ഹായ് നമസ്കാരം. നമുക്കെല്ലാവർക്കും വളരെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് അല്ലേ, എന്നും നല്ല ആരോഗ്യത്തോടെ ജീവിതകാലം മുഴുവൻ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ജീവിതശൈലി രോഗങ്ങളായാലും അതുപോലെ തന്നെയുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ തെറ്റായ ഭക്ഷണ രീതികളും അതേപോലെ തന്നെ ദിനചര്യകളും, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. എൻ്റെ പേര് വിശ്വൻ ആണ്. വിശ്വൻ പെരിഗമന ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ കോച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് അല്ലേ. ഈ ഭക്ഷണം എങ്ങനെയാണ് നമ്മൾ കൃത്യമായി എടുക്കേണ്ടത്, അതേപോലെ തന്നെ ഏതൊക്കെ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് പലപ്പോഴും അറിവില്ലാത്തൊരു ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും അവനവൻ്റെ ശരീരം വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു വെയിറ്റ്, അതായത് ഇപ്പോൾ നമ്മളൊരു 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വേണ്ടുന്ന വെയിറ്റ്, അതായത് ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്ന കറക്റ്റായിട്ടുള്ള അവരുടെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 66 മുതൽ 68 കിലോ വരെയാണ് മാക്സിമം. അതായത് അവരുടെ ഹൈറ്റിൽ നിന്നും 102 മൈനസ് ചെയ്യുന്നതാണ് അവരുടെ കൃത്യമായിട്ടുള്ള ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോഡി വെയിറ്റ് ചില ആൾക്ക് കൂടിയിട്ടുണ്ടാവാം, ചില ആൾക്ക് കുറഞ്ഞിട്ടുണ്ടാവാം, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് നോർമലായിരിക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊഴുപ്പ്. ഇപ്പം ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ അത് മാക്സിമം 30 വരെ ആവാൻ പാടുള്ളൂ. 20-നും 30-നും ഇടയിലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ഒരളവ് എന്ന് പറയുന്നത്. ജെൻസിൻ്റെ ബോഡി ഫാറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10-ന്റെയും 20-നും ഇടയിലായിരിക്കണം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് 10-ന്റെയും 20-നും ഇടയിലേ ആവാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പല ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പാണ്, നമ്മുടെ ബോഡി ഫാറ്റാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കൊഴുപ്പുണ്ട്, വിസറൽ ഫാറ്റ് എന്ന് പറയും. വിസറൽ ഫാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ആന്തരികമായിട്ടുള്ള കുറേ അവയവങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് അല്ലേ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാം. അതായത് ഹാർട്ട്, കിഡ്നി, പാൻക്രിയാസ് അല്ലെ, ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആന്തരിക അവയവങ്ങളുണ്ട്. അപ്പം ഇതിന് ചുറ്റും ഒരു യെല്ലോ ഷെയ്ഡിൽ കാണുന്നതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ബോഡി ഫാറ്റിൻ്റെ അതേപോലെ തന്നെ ഈ വിസറൽ ഫാറ്റിനും ഒരു വാല്യൂ ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മുതൽ 7 വരെയാണ്. അതിപ്പോൾ ലേഡീസ് ആയാലും അതേപോലെ തന്നെ ജെൻസ് ആയാലും 2 പേർക്കും 1 മുതൽ 7 വരെ മാക്സിമം വിസറൽ ഫാറ്റ് ആവാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ വിസറൽ ഫാറ്റ് എവിടെയാണ് നമ്മൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഒരു ഷെയ്ഡായിട്ട് ഈ ഫാറ്റിനെ കാണാമെന്ന് പറയും. അപ്പോൾ ഈ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് കൂടുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ എന്ത് പറ്റും, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് കണ്ടീഷൻ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് പല അസുഖങ്ങൾക്കും അതുപോലെ അൺഹെൽത്തി സിറ്റുവേഷനിലേക്കും കാരണമാകുന്നതിന് ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ബോഡി ഫാറ്റും അതേപോലെ തന്നെയാണ് ബോഡിയിലെ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ബോഡി ഫാറ്റ് കൂടി വിസറൽ ഫാറ്റ് കൂടി അല്ലെങ്കിൽ ഇത് കുറഞ്ഞ് ഇത് കറക്റ്റ് അളവിലല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും അല്ലേ. അതിനെയാണ് BMI എന്ന് പറയുന്നത്. BMI എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് പറയുക. നമുക്കൊരു ആരോഗ്യവാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19 മുതൽ 23 വരെയാണ് മാക്സിമം BMI ഉണ്ടാവാൻ പാടുള്ളൂ. ഈ 3 കാര്യങ്ങൾ, അതായത് ഫാറ്റ്, അതേപോലെ തന്നെ വിസറൽ ഫാറ്റ്, അതേപോലെ തന്നെ BMI, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 100% ഷുവറാണ് നിങ്ങൾ നല്ലൊരു ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക അല്ലേ, ഇതിന് വേറെ ഒന്നുമില്ല. ഇതിന് എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതികൾ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പഠിക്കുക. അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ദിനചര്യകൾ ഉണ്ടാക്കുക. കുറച്ച് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്ത് കൊടുക്കുക. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും വലിയ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മാനസികമായിട്ട് നല്ല ആരോഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ, പ്രാർത്ഥനകൾ, ഇതൊക്കെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് കൊണ്ടുപോയാൽ ഈ പറയുന്ന
പല അസുഖങ്ങളിൽ നിന്നും മാറി നമുക്ക് നല്ലൊരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒത്തിരി പേർക്ക് നല്ലൊരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോക്കസ് ചെയ്യാനും ഫോളോ ചെയ്ത് കൊടുക്കാനും എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് എന്നും നല്ല സന്തോഷത്തോടെയും നല്ല സമാധാനത്തോടെയും നല്ല സൗന്ദര്യത്തോടു കൂടിയും അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് കൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഈ ഒരു സേവനം നിങ്ങൾ ലോകത്ത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഞങ്ങളുടെ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഫോളോ ചെയ്ത് നല്ലൊരു ഹെൽത്ത് റിസൾട്ട് എടുക്കാം. അതിനിപ്പോൾ അബ്രോഡ് ദുബായ് ആണോ അല്ല കാനഡയോ ലണ്ടനോ ഷാർജോ അമേരിക്ക എവിടെ ആയിക്കോട്ടെ വേൾഡ് വൈഡ് ആയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു സേവനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ അറിയാൻ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം നല്ല മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതശൈലി കൊണ്ടുപോകേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭക്ഷണ രീതി കൊണ്ടുപോകേണ്ടത്, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഓരോ വിചാരങ്ങളെയും വികാരങ്ങളെയൊക്കെ കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% മണി ബാക്കോട് കൂടി അതേപോലെ തന്നെ 100% റിസൾട്ട് ഓറിയൻറ്റോട് കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല, അതായത് നിങ്ങളുടെ എങ്ങനെ നല്ലൊരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യത്തോടെയുള്ളൊരു ഭാവി ആശംസിക്കുകയാണ്.